ബിഗ് ബോസ് സീസൺ 7 ഇനി 3 ദിവസം ബാക്കി നിൽക്കെ ഒരു മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആദില പുറത്തുപോയ കണ്ടസ്റ്റൻസ് തിരിച്ചു വന്നതിന് ശേഷം ആദിലയ്ക്ക് കുറച്ചധികം മാറ്റം സംഭവിച്ചിരുന്നു. അനിമോളുമായുള്ള ഫ്രണ്ട്ഷിപ്പിനെ നല്ല രീതിയിൽ തന്നെ അത് ബാധിച്ചു. അതിന് കാരണമുണ്ടല്ലോ, പുറത്ത് PR ഉള്ളതുകൊണ്ടാണ് അനിമോൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് എന്നാണല്ലോ ബിൻസി പറഞ്ഞത്. അനിമോൾ ശരിക്കും അറിഞ്ഞുകൊണ്ടാണോ എല്ലാവരുടെയും ലൈഫിൽ കയറി കളിക്കുന്നത്? ബിൻസി അപ്പാനിയുടെ ലൈഫ്, ഷൈറ്റയുടെ ലൈഫ്, രേണു ചേച്ചിയുടെ ലൈഫ്, അക്ബറുടെ ഫാമിലി, അങ്ങനെ തുടങ്ങി പലരെയും സൈബർ അറ്റാക്ക് ഉണ്ടായത് അനു കാരണം എന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ചർച്ചാ വിഷയം. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ആദിലയ്ക്ക് അനിമോളോട് കുറച്ചധികം ദേഷ്യമുണ്ടായതും പല കാര്യങ്ങളും ആദില പുറത്തുവിട്ടതും. ഇതൊരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിന്റെ ലൈഫ് അനിമോള് കാരണം പ്രശ്നത്തിലായെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചത് എങ്ങനെ തെറ്റാവും? ആദില എങ്ങനെ കട്ടപ്പയാവും? ഏതുതരം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കേൾക്കാതെ പിണങ്ങിപ്പോകുന്നത് ശരിയായൊരു രീതിയാണെന്ന് പറയാൻ തോന്നണില്ല. PR-ന്റെ കാര്യം അനിമോൾ തന്നെയാണ് എല്ലാ കണ്ടസ്റ്റന്റോടും പോയി പറഞ്ഞത്. ആദിലയ്ക്ക് നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞത് സത്യമല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഇവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ആദില പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുഭവിക്കുക എന്ന് കരഞ്ഞു പറഞ്ഞാല് എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റും? പിന്നെ ആദിലയ്ക്ക് ചേച്ചിയുടെ നമ്പർ കൊടുത്ത് അക്ബറിനെതിരെ കളിക്കാൻ പറയാൻ എന്തു യോഗ്യതയാണ് ശരിക്കും അനിമോൾക്കുള്ളത്? അത് അംഗീകരിക്കാൻ എങ്ങനെ അക്ബറിന് സാധിക്കും? അക്ബർ ഇപ്പൊ നിസ്സഹായ അവസ്ഥയിലാണ്, പൊട്ടിക്കരഞ്ഞു പോകുന്നത്. സ്വന്തം ഫാമിലി ഒരു കണ്ടസ്റ്റന്റ് കാരണം സൈബർ അറ്റാക്ക് ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകൂ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അനിമോളുടെ PR തന്നെ നേരിട്ട് വന്ന് പറയുന്നുണ്ട് അനുവിന്റെ PR ഉണ്ടെന്ന്. തനിക്ക് നേരത്തെ പരിചയമുള്ള വ്യക്തിയാണ് അനു എന്നും പൈസയുടെ കണക്കൊഴിച്ചാൽ ബാക്കി എല്ലാം സത്യമല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഷാനവാസിക്ക് നൈസിൽ ഗോൾ അടിക്കുന്നുണ്ട്. ആദില, നൂർ, അക്ബർ ഇവർക്കെതിരായ രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് സ്വയം വെളുക്കാനോ അത് വേറെ ആരെയും വിന്നറാക്കാൻ നോക്കുന്നതാണോ? അങ്ങനെ കുറെ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ വ്യക്തമായ ആൻസേഴ്സ് വരുന്ന എപ്പിസോഡിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.